പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ സമ്മർദ്ദത്തിലാക്കുന്ന തീരുമാനവുമായി AICC വരുന്നു. സമ്മർദ്ദത്തിലാക്കുക മാത്രമല്ല, വി ഡി സതീശന് തിരിച്ചടി തന്നെയാണ് AICCയുടെ തീരുമാനം. AICCയുടെ പുനഃസംഘടന വരുന്നു. ദില്ലിയിൽ ചർച്ച ആരംഭിച്ചു. മല്ലികാർജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയുമാണ് ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. സമ്പൂർണ്ണ പുനഃസംഘടനയാണ് AICC ലക്ഷ്യപ്പെടുന്നത്, ഹൈക്കമാൻഡ് ലക്ഷ്യപ്പെടുന്നത്. അത് എങ്ങനെയാണ് കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ സമ്മർദ്ദത്തിലാക്കുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം റെഡിയാണ്. AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി നിലവിൽ KC വേണുഗോപാലാണ്. അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് മാറുകയാണ്. പകരം ആ സ്ഥാനത്തേക്ക് അശോക് ഗെഹ്ലോട്ട് വരുമെന്നാണ് ദില്ലിയിൽ നിന്നുള്ള വാർത്തകൾ. അങ്ങനെയാണെങ്കിൽ KC വേണുഗോപാൽ കേരളത്തിൽ സജീവമാകും. എന്തിനാണ് KC വേണുഗോപാലിനെ മാറ്റുന്നത്? കേരളത്തിൽ സജീവമാകുന്നതിന് വേണ്ടി. കേരളത്തിൽ 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ നയിക്കുന്നത് ആരായിരിക്കും എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് KC വേണുഗോപാൽ കേരളത്തിലേക്ക് വരുന്നത് ഹൈക്കമാൻഡിന്റെ പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് എന്നുകൂടി ഓർക്കണം. എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മറ്റാരുമല്ല, അത് KC വേണുഗോപാൽ ആണ് എന്നാണ് KC വേണുഗോപാലിനോടൊപ്പം നിൽക്കുന്നവർ പറയുന്നത്. നേരത്തെ തന്നെ അതിനുള്ള ഒരുക്കങ്ങൾ KC വേണുഗോപാൽ ആരംഭിച്ചിരുന്നു. സംഘടന അദ്ദേഹം കൈപ്പിടിയിൽ ഒതുക്കി. KPCC പ്രസിഡന്റായി സണ്ണി ജോസഫിനെ കൊണ്ടുവന്നു. KC വേണുഗോപാൽ പറയുന്നതിന് അപ്പുറത്തേക്ക് ഒരു നീക്കവും അദ്ദേഹം നടത്തില്ല. കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരിൽ മഹാഭൂരിപക്ഷവും KC വേണുഗോപാലിനെ പിന്തുണക്കുന്നവരാണ്. പോഷക സംഘടനകൾ ഇതിനകം തന്നെ KC വേണുഗോപാൽ പിടിച്ചടക്കി കഴിഞ്ഞു. അദ്ദേഹം പറയുന്ന ആളുകളെയാണ് ഭാരവാഹികളായി നിശ്ചയിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ കേരളത്തിലെ കോൺഗ്രസ് സമ്പൂർണ്ണമായി നിലവിൽ തന്നെ KC വേണുഗോപാലിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ KC വേണുഗോപാൽ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ, സംഘടനാ ചുമതല ഒഴിവാക്കി കേരളത്തിലേക്ക് വരികയാണെങ്കിൽ, കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം പൂർണ്ണമായും KC വേണുഗോപാലിന്റെ കയ്യിലാകും. നേരത്തെ തന്നെ കേരളത്തിൽ സജീവമാകാൻ പോവുകയാണ് എന്ന സൂചന KC വേണുഗോപാൽ നൽകിയിരുന്നു. മാധ്യമപ്രവർത്തകർ ചോദിച്ചു കേരളത്തിൽ സജീവമാകുന്നുണ്ടോ എന്ന്. അപ്പോൾ പറഞ്ഞു, ഞാനിപ്പോൾ കേരളത്തിൽ സജീവമാണല്ലോ, പിന്നെ എന്തിനാണ് അത്തരമൊരു ചോദ്യം ചോദിക്കുന്നത്? ആ സജീവമാകുന്നത് ഏതെങ്കിലും കസേര കണ്ടിട്ടല്ല എന്നായിരുന്നു അന്ന് KC വേണുഗോപാൽ പറഞ്ഞത്. തൊട്ടടുത്ത ദിവസം വി ഡി സതീശൻ അതിനെതിരെ രംഗത്ത് വന്നു. ഇന്ന് റെഡ് അലർട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്, KC വേണുഗോപാലിനെ പരിഹസിച്ചുകൊണ്ടാണ് അദ്ദേഹം രംഗത്തിറങ്ങിയത് എന്നുകൂടി ഓർക്കണം. അപ്പോൾ കാര്യങ്ങളുടെ കിടപ്പ് വളരെ വ്യക്തമാണ്. KC വേണുഗോപാൽ വരുന്നതിനോട് വി ഡി സതീശന് തീരെ യോജിപ്പില്ല. അത് എങ്ങനെ KC വേണുഗോപാൽ മറികടക്കുമെന്നതേ അറിയാനുള്ളൂ. കാരണം സംഘടന അദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് വി ഡി സതീശന്റെ എതിർപ്പ് കാര്യമാക്കേണ്ടതില്ല KC വേണുഗോപാൽ. കൂടാതെ KCക്ക് ഹൈക്കമാൻഡിന്റെ പൂർണ്ണ പിന്തുണയുമുണ്ട്. അതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ലാതെ കേരളത്തിലെ കോൺഗ്രസ് ഇനി മുതൽ KC വേണുഗോപാലിന്റെ കയ്യിലായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാകും എന്ന ചോദ്യമുണ്ട്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വി ഡി സതീശനെ ആഗ്രഹിക്കാം, അദ്ദേഹത്തിന് അവകാശപ്പെടാം. അതുപോലെ തന്നെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇപ്പോൾ തന്നെ കളത്തിലുണ്ട്. അവിടത്തേക്കാണ് KC വേണുഗോപാൽ വരുന്നത്. ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് KC വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി രംഗത്തുണ്ടാകില്ല, കോൺഗ്രസിനെ നയിക്കും. കേരളത്തിലെ കോൺഗ്രസ് KC വേണുഗോപാൽ പറയുന്നിടത്ത് നിൽക്കും, പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഇപ്പോഴുണ്ടാകില്ല, അത് രമേശ് ചെന്നിത്തലയായിരിക്കും. 2028 കഴിഞ്ഞിട്ട് മാത്രമേ അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാനോ അതല്ലെങ്കിൽ മുഖ്യമന്ത്രി കസേര ആഗ്രഹിക്കാനോ തയ്യാറാകൂ എന്നാണ് പറയുന്നത്. UDF ജയിച്ചാൽ ഈ നേതാക്കളുടെ അഭിപ്രായ പ്രകാരം മുഖ്യമന്ത്രിയാകുക രമേശ് ചെന്നിത്തലയായിരിക്കും. 2028 രമേശ് ചെന്നിത്തല ഒഴിഞ്ഞു കൊടുക്കും, പകരം KC വേണുഗോപാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകും. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ വി ഡി സതീശന്റെ സ്ഥാനം എവിടെ? കോൺഗ്രസിന്റെ അകത്ത് തന്നെ വി ഡി സതീശൻ പൂർണ്ണമായും ഒറ്റപ്പെട്ടു കഴിഞ്ഞു. വി ഡി സതീശൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുന്നതിനോട് UDFലെ ഘടക കക്ഷികൾക്ക് താല്പര്യമില്ല, കേരളത്തിലെ സമുദായ സംഘടനകൾക്ക് താല്പര്യമില്ല. എല്ലാ കാലത്തും കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന സമുദായ സംഘടനകൾ പൂർണ്ണമായും UDFന് എതിരായി നിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്നുള്ളത്. അത് മറികടക്കണമെങ്കിൽ രമേശ് ചെന്നിത്തല വേണം, KC വേണുഗോപാൽ വേണം എന്ന നിലയിലേക്ക് UDFലെ ഘടക കക്ഷികൾ ചിന്തിച്ചു തുടങ്ങി. ഹൈക്കമാൻഡും ആ നിലയിലേക്ക് ചിന്തിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലേക്ക് KC വേണുഗോപാൽ വരികയും മാധ്യമങ്ങളെ കാണുകയും ഒക്കെ ചെയ്യുമ്പോൾ ഉയർന്നു വരുന്ന വിമർശനം, കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്ന വിമർശനം, ഇയാൾക്ക് എന്താണ് അവിടെ പണിയില്ലേ എന്നാണ്. ബീഹാർ ഇലക്ഷൻ നടക്കുന്നു, അവിടത്തേക്ക് പോകുന്നില്ലേ KC വേണുഗോപാൽ എന്നാണ്. ഇപ്പോഴിതാ ഹൈക്കമാൻഡ് തന്നെ അദ്ദേഹത്തെ സംഘടനാ ചുമതലയിൽ നിന്ന് മാറ്റി ഒഴിവാക്കി കൊടുത്ത് കേരളത്തിലേക്ക് വരാൻ
എല്ലാ വഴികളും തുറന്നു കൊടുത്തിരിക്കുന്നു. അതുമാത്രമല്ല, ഹൈക്കമാൻഡിൻ്റെ പൂർണ്ണ സമ്മതത്തോടുകൂടി വരികയും കേരളത്തിൽ സജീവമാകുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ മാറ്റുന്നത് എന്ന നിലപാടിലേക്ക് ഹൈക്കമാൻഡ് എത്തുകയും ചെയ്താൽ, ഹൈക്കമാൻഡ് കെ സി വേണുഗോപാലിൻ്റെ കയ്യിലാണ്. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് ആരുടെ കയ്യിലായിരിക്കും? കേരളത്തിലെ കോൺഗ്രസും ഹൈക്കമാൻഡിൻ്റെ കയ്യിലായിരിക്കും. അപ്പോൾ വരും ദിവസങ്ങളിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഭാവി നിശ്ചയിക്കുക, അല്ലെങ്കിൽ കോൺഗ്രസിൽ എന്ത് തീരുമാനമെടുക്കുന്നോ, കേരളത്തിൽ ആരാണ് കോൺഗ്രസിൻ്റെ അവസാന വാക്ക്, അത് കെ സി വേണുഗോപാലായിരിക്കും. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്.